ആമസോൺ മഴക്കാടുകളുടെ ഹൃദയഭാഗത്ത് ഇടതൂർന്ന സസ്യജാലങ്ങൾക്കും വളഞ്ഞുപുളഞ്ഞ നദികൾക്കുമിടയിൽ തലമുറകളായി തദ്ദേശീയ ജനതയുടെ ഭാവനകളെ ആകർഷിച്ച ഒരു ഇതിഹാസ ജീവി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. യാക്കുമാമ എന്നറിയപ്പെടുന്ന ഈ പുരാതന ഭീമൻ സർപ്പം വിവിധ ആമസോണിയൻ സംസ്കാരങ്ങളുടെ നാടോടി കഥകളിൽ ഒരു പ്രധാന സ്ഥാനം വഹിച്ചിരുന്നു. യാക്കുമാമ എന്ന പേരിൻ്റെ ഉത്ഭവം തദ്ദേശീയ കൊച്ചുവ ഭാഷയിലാണ്. യാക്കുമാമ എന്നാൽ ജലത്തിൻ്റെ മാതാവ് എന്നാണ് അർത്ഥമാക്കുന്നത്. യാക്കു എന്നാൽ ജലം എന്നും മാമ എന്നാൽ അമ്മ എന്നും അർത്ഥമാക്കപ്പെടുന്നു. ആമസോൺ തടത്തിലുടനീളമുള്ള നദികളുടെയും തടാകങ്ങളുടെയും മറ്റു ജലാശയങ്ങളുടെയും ആഴങ്ങളിൽ വസിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഒരു ജീവിക്ക് ലഭിച്ച ഉചിതമായ പേര് തന്നെയാണ് ഇത്. പെറു, ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ, ബൊളീവിയ തുടങ്ങിയ രാജ്യങ്ങളിലെ തദ്ദേശീയ ഗോത്രങ്ങൾക്കിടയിൽ തലമുറകളായി യാക്കുമാമ ഇതിഹാസത്തിൻ്റെ പല വകഭേദങ്ങളും വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ തദ്ദേശീയ ഗോത്രങ്ങൾക്കും സമൂഹങ്ങൾക്കും ഒരേ പേരിൽ ഭീമാകാരമായ സർപ്പത്തെക്കുറിച്ച് അറിയില്ല. എന്നിരുന്നാലും ഈ കഥകളിലെ പൊതുവായ ത്രെഡ് പ്രകൃതിയോടുള്ള പൊതുവായ ഭയവും ആദരവുമാണ്. ആസ്റ്റക്കുകളുടെ കാലം മുതൽ ഭീമാകാരമായ സർപ്പങ്ങളുടെ നിലനിൽപ്പിനെക്കുറിച്ച് കഥകൾ വിവരിച്ചിട്ടുണ്ട്. അത്രയധികം അവർ അതിനെ അവരുടെ ഏറ്റവും ശക്തമായ ദേവതകളിൽ ഒന്നായി ആരാധിച്ചിരുന്നു. അതിലൊന്നാണ് ക്വെറ്റ്സാൽകോട്ട്, ഒരു ചൈനീസ് വ്യാളിയെപ്പോലുള്ള ഒരു സർപ്പരൂപമാണ് അത്. പെറുവിലെ ഷിപ്പിബോ ജനങ്ങളിൽ ആമസോണിൻ്റെ നിഴൽ മേഖലയിൽ വസിക്കുന്ന ഭീമാകാരമായ ഉരകം, കാട്ടിൻ്റെ മാതാവ് എന്ന അർത്ഥം വരുന്ന സച്ചാമമ എന്നറിയപ്പെടുന്നു. അത് നമ്മുടെയൊക്കെ ആമ പോലുള്ള ഒരു ഉരകത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിന് വിപരീതമായി ആമസോൺ മേഖലയിലെ ബ്രസീലിയൻ നാടോടി കഥകൾ മീൻ ഹൊക്കോവ എന്നറിയപ്പെടുന്ന ഒരു സർപ്പസമാന ജീവിയെ വിവരിക്കുന്നു. പോർച്ചുഗീസ് പദമായ മീൻ ഹൊക്കയിൽ നിന്നാണ് മീൻ ഹൊക്കോവോ എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത്. പുഴു അല്ലെങ്കിൽ മണ്ണീർ പുഴു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് ഭൂഗർഭത്തിൽ വസിക്കുകയും ഭൂകമ്പങ്ങൾക്കും മറ്റു പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു എന്നാണ് അവരുടെ വിശ്വാസം. ബ്രസീലിലെ ടുപ്പി ഗൊറാനി ജനതയിൽ ബൊയൂനയെ നദികളുടെയും തടാകങ്ങളുടെയും ഒരു ഭീമാകാരമായ സർപ്പ സംരക്ഷകനായി വിശേഷിപ്പിക്കുന്നു. ഈ ഐതിഹ്യങ്ങൾ വൈവിധ്യപൂർണമാണെങ്കിലും തദ്ദേശീയ സമൂഹങ്ങൾക്കും അവരുടെ പരിസ്ഥിതിക്കുമിടയിലുള്ള ആഴത്തിലുള്ള സാംസ്കാരിക ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു. യാക്കുമാമയെ സമാനതകളില്ലാത്ത വലിപ്പവും ശക്തിയുമുള്ള മുഴുവൻ ബോട്ടുകളെയും ചെറിയ ദ്വീപുകളെയും അല്ലെങ്കിൽ ആളുകളെയും മുഴുവനായി വിഴുങ്ങാൻ കഴിവുള്ള ഒരു ഭീമാകാരമായ സർപ്പമായി ചിത്രീകരിച്ചിരിക്കുന്നു. ചില വിവരണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ജീവിക്ക് 160 അടി, അതായത് 49 മീറ്റർ വരെ നീളമുള്ളതാണെന്നാണ്. യാക്കുമാമയുമായുള്ള ഏറ്റുമുട്ടലുകളെ കുറിച്ചുള്ള കഥകൾ ആമസോണിനുള്ളിലെ ജലാശയങ്ങളുടെ സംരക്ഷകനെന്ന നിലയിൽ അതിൻ്റെ പങ്കിനെ ഊന്നിപ്പറയുന്നു. വളരെ അടുത്തേക്ക് പോകുന്നവരെ അത് ഇരയാക്കുന്നു. 350 അടി, അതായത് 100 മീറ്റർ ചുറ്റളവിലുള്ള ഏതൊരു ജീവിയെയും തൻ്റെ വായിലേക്ക് വലിച്ചെടുക്കാനും ഒറ്റയടിക്ക് ഭക്ഷിക്കാനുമുള്ള അതിൻ്റെ കഴിവും എടുത്തു പറയപ്പെടുന്നു. യാക്കുമാമ ഇതിഹാസത്തിൻ്റെ ചില പതിപ്പുകൾ ഇതിനെ അമാനുഷിക കഴിവുകളുള്ളതായി വിവരിക്കുന്നു. വിവിധ രൂപങ്ങളിലേക്ക് മാറുക, കാലാവസ്ഥയെ നിയന്ത്രിക്കുക, അതിൻ്റെ പാത മുറിച്ച് കടക്കാൻ ധൈര്യപ്പെടുന്നവരെ സുഖപ്പെടുത്താനോ ഉപദ്രവിക്കാനോ പോലും ശക്തിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിഹാസത്തിൻ്റെ ചില പുനരാഖ്യാനങ്ങളിൽ അതിൻ്റെ ചെതുമ്പലുകളിൽ ഒരു നിഗൂഢമായ തിളക്കം പുറപ്പെടുവിക്കുന്നതായി പറയപ്പെടുന്നു. യാക്കുമാമയുടെ ഇതിഹാസം ആമസോണിയൻ സംസ്കാരത്തിൻ്റെയും ആത്മീയതയുടെയും അവിഭാജ്യ ഘടകമായി തുടരുന്നുണ്ടെങ്കിലും വ്യത്യസ്ത തദ്ദേശീയ സമൂഹങ്ങൾക്കിടയിൽ അത് എത്രത്തോളം വിശ്വസിക്കപ്പെടുന്നു എന്നത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആമസോണിലെ ചില വിദൂര പ്രദേശങ്ങളിൽ ജലത്തിൻ്റെ സംരക്ഷകനായും പ്രകൃതിയുടെയും ലോകത്തിൻ്റെയും നിഗൂഢതകളുടെ പ്രതീകമായും യാക്കുമാമയെ ഇപ്പോഴും ബഹുമാനിക്കുന്നു, വിശ്വസിക്കപ്പെടുന്നു. എന്നിരുന്നാലും ആധുനികതയുടെ കടന്നുകയറ്റത്തോടെ ചില പ്രദേശങ്ങളിൽ യാക്കുമാമയിലുള്ള വിശ്വാസം ക്ഷയിച്ചു. അക്ഷരാർത്ഥത്തിലുള്ള വിശ്വാസത്തേക്കാൾ അതൊരു സാംസ്കാരിക കഥയായി മാറി. ലോച്ച് നെസ് മോൺസ്റ്ററിനെ പോലെ യാക്കുമാമ ക്രിപ്റ്റോസുവോളജിസ്റ്റുകളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. ഇത് നൂറ്റാണ്ടുകളായി ആമസോണിനുള്ളിൽ വിവാദങ്ങൾക്കും പരിവേഷണങ്ങൾക്കും പ്രചോദനമായി. ഏറ്റവും സമീപകാലത്ത് ഐറിഷുകാരനായ അച്ഛനും മകനുമായ മൈക്കും ഗ്രെഗ് വാർണറും മഴക്കാടുകളുടെ ആകാശ സർവേ നടത്താൻ പുറപ്പെട്ടപ്പോൾ അവർ ഒരു
പാമ്പിനെ ക്യാമറയിൽ പകർത്തിയതായി അവകാശപ്പെടുന്നു. അതേസമയം 2009 തിരിച്ചറിഞ്ഞ ടൈറ്റനോബോവ പോലുള്ള ഭീമാകാരമായ ചരിത്രാതീത സർപ്പങ്ങളിൽ നിന്നാണ് ഈ കഥകൾ പ്രചോദനം ഉൾക്കൊണ്ടതെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. എന്തായാലും ആമസോണിലെ അനാകോണ്ടകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഭീമാകാരമായ സർപ്പങ്ങളെക്കുറിച്ചുള്ള ഇംഗ്ലീഷ് സിനിമകൾ, ഹോളിവുഡ് സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനൊക്കെ പ്രചോദനമായി പുരാതന കാലം മുതൽ തന്നെ സർപ്പവുമായുള്ള ചില വിശ്വാസങ്ങൾ ആമസോൺ മേഖലകളിൽ ഇടപഴകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ആമസോൺ മേഖലകളിൽ ഈ സർപ്പവുമായുള്ള കഥകൾ ഇഴുകി ചേർന്നിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.